ഇനി വിപിൻ സി വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. BJP ഒരു തൂക്കുസഭ കേരളത്തിൽ ഉണ്ടാകും എന്ന വിശ്വാസത്തിലാണ്. പറയൂ വിപിൻ. ആരൊക്കെയാണ് BJPയിൽ മത്സരിച്ചത് എന്നുള്ളത് നോക്കിയാൽ തന്നെ കേന്ദ്രമന്ത്രി മത്സരിക്കുന്നു. ഒപ്പം തന്നെ മുൻ കേന്ദ്രമന്ത്രിമാർ, 3 സംസ്ഥാന അധ്യക്ഷന്മാരായിരുന്നവർ, ഒപ്പം തന്നെ നിലവിലെ സംസ്ഥാന അധ്യക്ഷൻ ഒക്കെ തന്നെ കളത്തിലിറങ്ങിയിട്ടുള്ള ഒരു തിരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഈ കടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിജയപ്രതീക്ഷ BJPയെ സംബന്ധിച്ച് ഉണ്ടായിരുന്നു. അതിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം വരുമ്പോൾ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നുള്ളതിൽ അവർക്ക് തെല്ലും സംശയമില്ല എന്നുള്ളതിന്റെ ഒരു ആഹ്ലാദത്തിൽ തന്നെയാണ്. അതായത് പൂട്ടിയ അക്കൗണ്ട് വീണ്ടും 2026 ഇതാ തുറക്കുന്നു എന്നുള്ളതിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. അതിന്റെ ഒരു ആഹ്ലാദം BJP ക്യാമ്പിനെ സംബന്ധിച്ചുണ്ട്. പക്ഷേ ഈ 10ലേറെ സീറ്റുകൾ ലഭിക്കും എന്നുള്ളത് ചില ഏജൻസികളൊക്കെ തന്നെ എക്സിറ്റ് പോളിൽ പറയുമ്പോൾ അതിന്റെ ഒരു അമ്പരപ്പുണ്ട്. കാരണം അത്രത്തോളം ലഭിക്കാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. BJPയെ സംബന്ധിച്ച് അവരുടെ കേന്ദ്രങ്ങൾ തന്നെ ഒരു 7 സീറ്റുകൾ വരെയാണ് പരമാവധി പറയുന്നത്. അതിലേറ്റവും പ്രധാനം നമുക്കറിയാവുന്ന പോലെ നേമവും കഴക്കൂട്ടവും ഉറപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് പാലക്കാട്, മഞ്ചേശ്വരം, ചാത്തന്നൂർ ഈ മണ്ഡലങ്ങളിൽ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം അതായത് ലഭിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതിനപ്പുറം ഒരു രണ്ടാമത്തെ ഫേസ് ഒക്കെ കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ അത് കുറച്ചുകൂടി തൃശ്ശൂരും ഒപ്പം തന്നെ നാട്ടിക ഉൾപ്പെടെയുള്ളവരുടെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം നടന്നു എന്നുള്ളതാണ്. ഒരു നായർ ഈഴവ വോട്ടുകൾ, അതായത് ഒരു ഭരണവിരുദ്ധ തരംഗത്തിൽ നായർ ഈഴവ വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോകേണ്ട വോട്ടുകൾ കൂടി BJPയിലേക്ക് കുറച്ച് ഷിഫ്റ്റ് ആയിരിക്കുന്നു. അങ്ങനെ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ സീറ്റുകൾ ലഭിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു പ്രതീക്ഷ BJPയെ സംബന്ധിച്ച് ഉണ്ട്. അങ്ങനെ തന്നെ ചില മണ്ഡലങ്ങളിൽ അതുകൊണ്ട് തന്നെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം, ഇപ്പോൾ തിരുവല്ല അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഒരു ഇഞ്ചോടിഞ്ച് മത്സരത്തിലേക്ക് എത്തുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ക്രിസ്ത്യൻ വോട്ട് ബാങ്ക് അത് കൂടെ നിന്നിട്ടുണ്ട് ഇല്ല എന്നുള്ളത് കൂടി BJPയുടെ ഒരു വിലയിരുത്തൽ ഈ ഘട്ടത്തിലുണ്ട്. അങ്ങനെ ഒരു 7 സീറ്റുകൾക്ക് മുകളിൽ പോകുന്നു. ഒരു തൂക്ക് സഭയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത കൂടി ഈ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ BJP കരുതുന്നുമുണ്ട്. സംസ്ഥാന അധ്യക്ഷന്മാർ ഉൾപ്പെടെയുള്ളവർ മത്സരിച്ച ഒരു തിരഞ്ഞെടുപ്പിൽ അത് ഒരു കറുത്ത കുതിരകളായി നിയമസഭയിൽ ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ പറഞ്ഞത് ഇപ്രാവശ്യം അത് സാധ്യമാകും എന്നുള്ളത് തന്നെ ഉറപ്പിക്കുകയാണ്. മറ്റൊന്നുള്ളത് വോട്ട് ശതമാനം കൂട്ടുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അത് 20% എത്തിക്കണം എന്നുള്ളതായിരുന്നു BJP ഉദ്ദേശിച്ചെങ്കിലും അത്രത്തോളം എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം അത് 20% തീർച്ചയായിട്ടും എത്തും എന്നുള്ളത് കൂടി കണക്കാക്കലാണ്. 2020 ഉൾപ്പെടെയുള്ളവ അങ്ങനെ NDA വിപുലീകരിച്ചതിന് ശേഷം നടക്കുന്ന ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ്. അതൊക്കെ ഏത് രീതിയിലാണ് പ്രതിഫലിച്ചിട്ടുണ്ടാവുക, അതൊരു പോസിറ്റീവായിട്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ BJP ഇപ്പോൾ കാണുന്നത്. പക്ഷേ മധ്യ കേരളത്തിലായിരിക്കും ഒരു കൂടുതൽ ചലനം ഉണ്ടാക്കാതിരിക്കുക. സ്വാഭാവികമായിട്ടും വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിൽ നിന്നും കൂടുതൽ സീറ്റ് എന്നുള്ളതിലേക്കാണ് BJP എക്സിറ്റ് പോൾ ഫലങ്ങളെ ഇപ്പോൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. പക്ഷേ 10ലേറെ സീറ്റുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നുമില്ല. SK ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.